പാലാ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മായ രാഹുലിന് സാധ്യത ഏറുകയാണ്. കോൺഗ്രസ് പുറത്താക്കിയ 4 കൗൺസിലർമാരുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണ മായ രാഹുലിനുണ്ട്. ഭരണസമിതിയുടെ അവസാന ഒരു വർഷം ലിസിക്കുട്ടി മാത്യുവിന് അധ്യക്ഷസ്ഥാനം നൽകുന്നത് സംബന്ധിച്ചും ആലോചനകൾ ഉണ്ട്. പാലാ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിലവിലെ ഉപാധ്യക്ഷയും ആക്ടിംഗ് ചെയർപേഴ്സണുമായ മായ രാഹുലിനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട കൗൺസിലർമാരും ഇടതുമുന്നണിയും ആലോചിക്കുന്നത്. പാലാ നഗരസഭ 19-ാം വാർഡിൽ നിന്നും കോൺഗ്രസ് വിമതയായി മത്സരിച്ച് കോൺഗ്രസ് നേതാവ് സതീഷ് ചൊള്ളാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മായ രാഹുൽ ഇത്തവണ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനെ തുടർന്ന് UDF ഉപാധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് മായ രാഹുലിനെ ഒപ്പം നിർത്തിയത്. എന്നാൽ 6 മാസത്തേക്കായിരുന്നു ഉപാധ്യക്ഷ സ്ഥാനം. ഇതിനിടെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് കൗൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കും ചെയർപേഴ്സണുമെതിരെ പ്രതിഷേധമുയർത്തിയപ്പോൾ അവർക്കൊപ്പം നിന്ന് മായ രാഹുലും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സ്വതന്ത്ര കൂട്ടായ്മ കടുത്ത പ്രതിരോധത്തിലായി. ഇതിന് പിന്നാലെയാണ് നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് കളമൊരുങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മായ രാഹുലിനെ തന്നെ പരിഗണിക്കാൻ അവിശ്വാസത്തെ പിന്തുണച്ചതിന് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് കൗൺസിലർമാരും ഇടതുമുന്നണിയും ആലോചിക്കുന്നത്. നിലവിലെ ഭരണസമിതിയുടെ അവസാന ഒരു വർഷമെങ്കിലും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ലിസിക്കുട്ടി മാത്യുവിനെയും അധ്യക്ഷയാക്കാൻ ആലോചനകളുണ്ട്. ഉപാധ്യക്ഷ സ്ഥാനം ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, രജിത പ്രകാശ് എന്നിവർക്ക് ടേം വ്യവസ്ഥയിൽ വീതം വയ്ക്കുവാനുമാണ് ആലോചന. ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും CPM-ഉം. ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ജനവികാരം എതിരായി മാറിയേക്കുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോട്ടയം.